ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ഇന്ന് ഞാനൊരു 2 സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ. ഇത് നല്ല സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻകാർക്ക് യൂസ്ഫുള്ളായ 2 സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. ഞാൻ ഇപ്പോൾ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്ത് എനിക്ക് നല്ല സ്കിന്നിനൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയ ഒരു 2 പ്രോഡക്ട്സ് ആണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഒരു ബയോഡെർമയുടെ ഒരു സെബിയം ഫേസ് വാഷ് ജെല്ലാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ. ഈ ബയോഡെർമ ഇത് ഞാൻ ഒരു കോവിഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഫാർമസിസ്റ്റ് റെക്കമെൻഡ് ചെയ്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് അത്യാവശ്യം കോവിഡിൻ്റെ ടൈമിൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ മാസ്ക് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ആക്നെ പ്രോൺ സ്കിൻകാർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ ആക്നെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് മാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത ഒരു ഫേസ് വാഷ് ജെല്ലാണിത്. ഞാനിത് ഇപ്പം ഏകദേശം ഒരു 4 years ഒക്കെ കഴിഞ്ഞാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഇൻ ബിറ്റ്വീൻ വേറെ ഫേസ് വാഷൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലും പിന്നെ ഞാൻ ഈ ഒരു ഫേസ് വാഷിൽ തന്നെ വന്ന് നിൽക്കും. കാരണം എനിക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ സ്കിൻ നല്ല ക്ലിയറായ ഫീൽ ഉണ്ട്. അതായത് എനിക്ക് നേരത്തെ നല്ല ബമ്പി, ഭയങ്കര നല്ല അങ്ങനത്തെ ആക്നെയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് ഒരു 2 weeks നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ചേഞ്ചസ്. മെൻഷൻ ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെബം പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ബ്രേക്ക്ഔട്ട്സ് ഇത് പ്രിവെൻറ്റ് ചെയ്യും. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയാലും എല്ലാം നമുക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് സെൻസിറ്റീവ് സ്കിൻകാർക്ക് മെയിൻലി ഞാനിത് എസ്പെഷ്യലി നമുക്ക് സെൻസിറ്റീവ് സ്കിൻകാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ഓരോ പ്രോഡക്ട്സ് സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നമുക്ക് വളരെ ഞാനൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്താണ് ഓരോ പ്രോഡക്ട്സ് ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നും കിട്ടാനില്ല നമ്മളിപ്പോൾ പുതിയ പ്രോഡക്ട്സ് യൂസ് ചെയ്താലും, മറിച്ച് നമുക്ക് ഡാമേജ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസർച്ച് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻകാർ കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ പുതിയ പ്രോഡക്ട്സ് ട്രൈ ചെയ്യണം. സെക്കൻഡ് ഞാനൊരു മേക്കപ്പ് റിമൂവറാണ് കാണിക്കുന്നത്. ഇതും സെയിം ബ്രാൻഡിൻ്റെ തന്നെ ബയോഡെർമയുടെ തന്നെ സെൻസി ബയോ ആണ് ഇതിൻ്റെ മേക്കപ്പ് റിമൂവർ, ബയോഡെർമ സെൻസി ബയോ. ഇതിപ്പോൾ ഞാൻ ഫാർമസിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതും എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് തന്നെയാണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതും ഞാൻ ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം കൺസിലറോ ഫൗണ്ടേഷനോ ഒക്കെ യൂസ് ചെയ്യുമ്പം ഞാൻ ജസ്റ്റ് ഒരു ഫേസ് വാഷ് വെച്ച് ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ആയിരുന്നു റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വൈപ്സ് യൂസ് ചെയ്ത്, അതായത് നമ്മുടെ കോട്ടൺ പാഡ് വെച്ച് ഇത് നല്ലതായിട്ട് വൈപ്പ് ചെയ്ത് കളയും, മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ് വാഷ് ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത്. അതായത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാർ ഇപ്പം ഒരു പുതിയ ഫേസ് വാഷോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവറോ ഒക്കെ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എന്നാലും കുറച്ചും കൂടെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ഒരു 2 weeks ഒക്കെ എടുക്കുമായിരിക്കും, നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റും. അതായത് നമ്മളെപ്പോഴും സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാരെപ്പോഴും നമ്മളിപ്പം മേക്കപ്പ് യൂസ് ചെയ്താൽ ഒരു ഡബിൾ ക്ലെൻസിങ് എപ്പോഴും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് ഫുള്ള് പ്രോഡക്ട്സ് എല്ലാം വൈപ്പ് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ്, അതായത് ഇതല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ഫുൾ ഫേസിൽ നിന്ന് ഫുൾ ക്ലെൻസ് ചെയ്ത് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനത്തെയൊക്കെ കുറച്ച് ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഫ്യൂച്ചർ ബ്രേക്ക്ഔട്ട്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് like and subscribe my channel. Thank you.